പഴയതൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അലീനെ നല്ല സുന്ദരിയായിട്ട് ഒരുക്കുകയാണ് ബബിതയും കൃഷ്ണമോളും കൂടെ. ഒരുക്കുന്നതിൻ്റെ ഇടയ്ക്കും അലീനയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയാണ്. അപ്പോൾ ഇത് കാണുന്ന ബബിതയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ബബിത അപ്പോൾ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ്. എന്തൊക്കെയായി കാണിക്കുന്നത്, ഞാൻ ഒരുക്കുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോവുകയാണ്. സങ്കടത്തിൻ്റെ പുറത്താണ് ബബിത പോകുന്നതെന്ന് അലീനയ്ക്കും കൃഷ്ണയ്ക്കും മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രൻ റെഡിയായിട്ട് ഇറങ്ങി വരികയാണ്. അപ്പം ബാലചന്ദ്രൻ ഇറങ്ങി വരുമ്പോൾ രോഹിത് അവിടെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. രോഹിത്തിനോട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരത്തില്ല മോനെ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ നോക്കിക്കോണേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാന്ന് അങ്ങനെ അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അലീന മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒരു രാജകുമാരി പോലെ, ഒരു നവവധുവിനെ പോലെ ഇറങ്ങി വരുന്ന കാണുമ്പോൾ ബാലചന്ദ്രൻ്റെ കണ്ണിങ്ങനെ നിറയാണ്. ബാലചന്ദ്രൻ ഒത്തിരി സന്തോഷത്തോടെ അതേപോലെ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ എൻ്റെ മോളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിച്ചത്, പക്ഷേ സന്ദർഭവും സാഹചര്യവും മാറിപ്പോയെന്നും പറഞ്ഞ് കണ്ണ് നിറയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് കൂടെ നിന്ന് കൃഷ്ണയ്ക്കും നല്ല വിഷമം വരുന്നുണ്ട്. അതുപോലെ അലീനയ്ക്കും നല്ല സങ്കടം വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന കൃഷ്ണയാണെങ്കിൽ കയ്യിലിരുന്ന ബാഗ് വെക്കാൻ കാറിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവുകയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, മോൾ എവിടെ ആയാലും നന്നായിരുന്നാൽ മതി. എൻ്റെ മോളായിട്ട് ഇതേപോലെ ഇവിടുന്ന് ഒരു നവവധുവിനെ പോലെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹം, പക്ഷേ അത് നടന്നില്ല. എന്നാലും നീ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതേപോലെ പോകണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. അങ്ങനെ നിന്നെ ഞാൻ ഒരുങ്ങി കാണാൻ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ബാലചന്ദ്രൻ്റെ കണ്ണൊക്കെ നിറയാണ്. പെട്ടെന്ന് ബാലചന്ദ്രൻ പറയാണ്, വാ പെട്ടെന്ന് ഇറങ്ങാം എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പെട്ടെന്ന് അലീനെ അടുത്തുനിന്ന് അങ്ങ് പോവുകയാണ്. ബാലചന്ദ്രൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് അലീനയും അതുപോലെ കരയുന്നുണ്ടായിരുന്നു. അലീന നേരെ രോഹിത്തിനോട് പറയുന്നുണ്ട്, രോഹിത്തെ, നിന്നോട് ഒരു കാര്യവും ഞാൻ പറഞ്ഞേൽപ്പിക്കണ്ട. ഇപ്പോൾ നിനക്ക് എല്ലാം അറിയാം. നീ നിൻ്റെ കാര്യം നന്നായിട്ട് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം, നിൻ്റെ അനിയത്തിമാരെ നീ നോക്കണം, നിൻ്റെ കാര്യങ്ങളും നീ നന്നായിട്ട് നോക്കണം. ഞാൻ പോവുകയാണ്. ഞാനില്ലാത്ത ഒരു കുറവും അവർക്ക് വരുത്താൻ പാടില്ല. നീ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറയാണ്. അച്ഛനെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ പറഞ്ഞേൽപ്പിക്കണം. രോഹിത്താണെങ്കിൽ സങ്കടത്തോടെ തലയാട്ടുന്നുണ്ട്. അലീനയ്ക്കും നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് കൃഷ്ണമോൾ ബാഗൊക്കെ വെച്ചിട്ട് വരികയാണ്. അപ്പോൾ കൃഷ്ണമോളടുത്ത് വന്നിട്ട് പറയാണ്, മോളെ ചേച്ചി ഇറങ്ങാണ്, ചേച്ചി ഇല്ലെന്നും വെച്ച് നീ സങ്കടപ്പെടല്ലേ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണ പെട്ടെന്നാണെങ്കിൽ അലീനയുടെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അലീനയും നല്ല സങ്കടത്തോടെ കരയുന്നുണ്ട്. എന്നിട്ട് അലീനയാണെങ്കിൽ കൃഷ്ണയുടെ നെറുകയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഈ ചേച്ചി കൂടെ ഉണ്ടായിരിക്കും, നീ വിഷമിക്കണ്ട. എന്നിട്ട് അലീന കുറച്ച് സങ്കടത്തോടെ ബബിത എന്തിനു തിരക്കുന്നുണ്ട്. ചേച്ചി മുറിയിലാണെന്ന് പറയാണ്. ഈ സമയത്ത് ബബിത മുറിയിലിരുന്ന് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. അങ്ങോട്ട് കൃഷ്ണമോള് ചെന്നിട്ട് പറയുകയാണ്, ചേച്ചി അലീന ചേച്ചി ഇറങ്ങിയാണ്, ചേച്ചി അങ്ങോട്ട് ചെല്ലാൻ വിളിക്കുന്നുണ്ടെന്ന് പറയാണ്. ഉടനെ ബബിത പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാണ്. എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ നിൽക്കുകയാണ്. ഈ സമയത്ത് അലീനയാണെങ്കിൽ നേരെ മുറിയിലേക്ക് വരികയാണ്. കാരണം ബബിത അങ്ങോട്ട് വരത്തില്ലെന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബബിതയെ കാണാൻ മുറിയിലേക്ക് വരികയാണ്. മുറി വരുമ്പോൾ ബബിത ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പം അലീന വന്നിട്ട് പറയാണ്, മോളെ ബബിതേ, ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ വരുത്താൻ നീയാണ്, അതേപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കാൻ നീയാണെന്ന് എനിക്കറിയാം. ഞാൻ പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, എനിക്കൊരു വിഷമമില്ല, സ്വയമേ എടുത്ത തീരുമാനമല്ലേ, എന്തിനാ എനിക്ക് വിഷമം വരുന്നുണ്ട്, അവരവർക്ക് അവരവരുടേതായ തീരുമാനമുണ്ടല്ലോ, അങ്ങനെ പോകുന്നവരോട് ഞാൻ എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ പറയുകയാണ്. എനിക്കാരെ യാത്ര അയക്കാനോ ഇല്ലെന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പം അലീന വിഷമത്തോടെ പറയുന്നുണ്ട്, മോളെ ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്ക് നല്ല സങ്കടം വന്നു. ബബിത പൊട്ടിക്കരയാണ്. അങ്ങനെ അലീന അങ്ങ് പോവുകയാണ്. അലീനയ്ക്ക് നല്ല സങ്കടത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും തിരിഞ്ഞു നോക്കുകയാണ്. തൻ്റെ സഹോദരങ്ങളെ ബന്ധുക്കളെ എല്ലാവരെയും വിട്ട് പോകുന്ന ഓർത്ത് നല്ല സങ്കടത്തോടെ വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അലീന കാറിൽ കയറുന്നത്. അങ്ങനെ കാറിൽ കയറിയിട്ട് ബാലചന്ദ്രനെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ മനസ്സിങ്ങനെ ഒലയാണ്. ഒരു തരത്തിലും ബാലചന്ദ്രനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ട് കൃഷ്ണയും രോഹിത്തും കൂടെ അവിടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കാറ് മുന്നോട്ടെടുത്ത് പോവുകയാണ്. അങ്ങനെ കൃഷ്ണയുടെ മനസ്സാണെങ്കിൽ ആകപ്പാടെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ യാത്ര പറഞ്ഞ് കൈ കാണിച്ച് യാത്ര പറഞ്ഞ് അലീനയും പോവുകയാണ്. നെടുമ്പുരയ്ക്കൽ വീട് വിട്ട് അലീനയും പോവുകയാണ്. കൃഷ്ണയാണെങ്കിൽ രോഹിത്തിൻ്റെ തോളിലേക്ക് ചാഞ്ഞ് കരയുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അപ്പം ബാലചന്ദ്രൻ പറയണം, ഞാൻ എന്താ മിണ്ടണ്ടേ, ഈ സമയത്ത് ഞാൻ എന്ത് പറയണം മോളെ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ എന്നോട് ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രൻ പറയണ്ട്, ഞാൻ എന്താ മോളോട് പറയണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, എനിക്ക് അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അങ്ങോട്ട് വന്നപ്പം നെടുമ്പുരയിലേക്ക് വന്നപ്പം ഞാൻ എൻ്റെ അമ്മയെ കാണാനെന്ന ഉദ്ദേശത്തോട് മാത്രമാണ് വന്നത്,
പക്ഷേ അവിടെ വന്നപ്പോൾ സംഭവിച്ചത് മറ്റെന്തൊക്കെയാണ്. അവിടെ വന്ന് എനിക്ക് അമ്മയെ കാണാൻ വന്ന എനിക്ക് അച്ഛനെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി. ഈ ജന്മത്തിൽ ഇങ്ങനൊരു അച്ഛനുണ്ടാകണേ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരച്ഛനെ പോലെ ഒരച്ഛൻ, എൻ്റെ സ്വന്തം അച്ഛൻ, ഈ അച്ഛൻ്റെ മോളായി പിറന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയ ഒരച്ഛനെ എനിക്ക് കിട്ടിയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അച്ഛൻ ഓരോരുത്തരുടെയും മുന്നിൽ ഇതെൻ്റെ മകളാ എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു സന്തോഷം അച്ഛനോട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ആ നേരത്താണ് അച്ഛൻ ഇതെൻ്റെ മകളാണെന്ന് പറയുന്ന ആ സമയത്ത്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സ് വിങ്ങിപ്പൊട്ടുകയാണ്. അറിയാതെ ബാലചന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് വിങ്ങിപ്പൊട്ടുകയാണ്. അപ്പം ഇത് അലീനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെയാണ് പറയുന്നത്. അതുകൊണ്ട് അച്ഛനെ എനിക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല. എനിക്ക് ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടമാവുന്നത് എൻ്റെ അച്ഛനെയാണ്, അച്ഛൻ്റെ സ്നേഹം. അതാ എനിക്ക് നഷ്ടമാവുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ സങ്കടത്തോടെ പറയാണ്, മോള് അവിടുന്ന് പോയെന്നും പറഞ്ഞുകൊണ്ട് നീ എപ്പോൾ വിളിച്ചാലും നിൻ്റെ അടുത്ത് ഞാനുണ്ടാവും, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും എന്ന് ബാലചന്ദ്രൻ ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, അതെനിക്കറിയാം, അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ എന്താവശ്യത്തിനും എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് അലീനയും പറയുന്നുണ്ട്. നീ ആ വീട്ടിൽ നിന്ന് പോകുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇപ്പം നിൻ്റെ നിർബന്ധത്തിന് വേണ്ടി മാത്രമാണ് സമ്മതിച്ചത്. നീ എപ്പോഴും എൻ്റെ മകളായി എൻ്റെ കൂടെ വേണമെന്ന് എൻ്റെ ആഗ്രഹമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലീനയും പറയുന്നുണ്ട്, എൻ്റെ അച്ഛനായി എപ്പോഴും അച്ഛൻ്റെ കൂടെ ഞാനുണ്ടാവണമെന്ന് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടക്കത്തില്ലല്ലോ അച്ഛാ. ഇനി ഞാൻ എവിടെ പോയാലും, ഇനി എന്ത് സംഭവിച്ചാലും, ഇനി എൻ്റെ സ്വന്തം അച്ഛൻ വന്നാലും ഈ അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും. ഇത് തന്നെയാണ് എൻ്റെ സ്വന്തം അച്ഛൻ എന്ന് അലീന പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സ് വിങ്ങിപ്പൊട്ടി കരയുകയാണ്. സങ്കടം വിങ്ങിപ്പൊട്ടി പുറത്തേക്ക് വരികയാണ് ബാലചന്ദ്രൻ. അതേപോലെ അലീനയുടെ സങ്കടവും സഹിക്കാൻ വയ്യാത്തതാണ്. വീണ്ടും അലീന കുറച്ച് സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ നെടുമുറിയിലേക്ക് വരുമ്പം ആരുമില്ലാത്ത അനാഥയായിരുന്നു. ഇപ്പം എനിക്ക് എല്ലാവരുമുണ്ട്, അച്ഛൻ, സഹോദരങ്ങൾ, അമ്മ, എല്ലാവരുമുണ്ട്. അമ്മയ്ക്ക് എന്നെ അറിഞ്ഞുകൂടാമെങ്കിലും എനിക്കറിയാലോ അമ്മയെ കാണുകയും ചെയ്തു. പക്ഷേ അതിൽക്കാക്കി എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം തോന്നുന്നത് എൻ്റെ അച്ഛനെ വിട്ടു പിരിയുമ്പോഴാണെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ നല്ല സങ്കടത്തോടെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ അലീനയുടെയും ബാലചന്ദ്രൻ്റെയും മനസ്സ് വിങ്ങി പൊട്ടുവാണ്. അലീനെ സ്റ്റാൻലിക്ക് കൊടുക്കാൻ ബാലചന്ദ്രൻ ഒരു മനസ്സുമില്ല, ഒരു താല്പര്യവുമില്ല. തൻ്റെ മകളെ ആർക്കും വിട്ടുകൊടുക്കാൻ ഒരു താല്പര്യമില്ല ബാലചന്ദ്രന്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര വിഷമത്തോടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക്